മൃഗാൾ സുഖാണോ? സുഖം. പുതിയ ഹോട്ടലൊക്കെ തുടങ്ങിയെന്ന് കേട്ടു. ഹോട്ടൽ തുടങ്ങി. നിങ്ങൾക്കറിയാമോ ഹംഗ്രി മൃഗാൾ നമ്മുടെ സ്നേഹമുള്ളവര് നിങ്ങൾക്കറിയോ, നമ്മൾ ഹോട്ടൽ തുടങ്ങിയിട്ട് ഇപ്പൊ തന്നെ 10-35 വർഷത്തോളമായി. ഇപ്പൊ തുടങ്ങിയിരിക്കുന്ന ഹോട്ടൽ എന്ന് വെച്ചാൽ 35 വർഷം ശേഷമുള്ള ഹോട്ടലാണ്. ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഉഗ്രം ഫുഡാണ്. പക്ഷെ നാട്ടുകാരൊക്കെ പറയുന്നത് അവിടുത്തെ ഭക്ഷണമൊന്നും പോരാന്നാണല്ലോ. ബിരിയാണി വളരെ മോശം അഭിപ്രായമാണ്, മസാലയില്ല. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഒന്നില്ലെങ്കിൽ ഈ ആൾക്കാരൊന്നും നമ്മുടെ ഹോട്ടലിൽ വന്നിട്ടില്ല, അവർ ബിരിയാണി കഴിച്ചിട്ടില്ല. കാരണം ഇന്ത്യയിൽ പുറത്തുനിന്ന് ബിരിയാണി കൊണ്ടുവന്ന് കഴിച്ചതായിരിക്കും. സുഹൃത്തെ, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഇന്ത്യയിൽ വെച്ച് ഏറ്റവും വലിയ ക്ലൗഡ് കിച്ചൺ അത് നമ്മുടെ ക്ലൗഡ് കിച്ചണാണ്. ആ ക്ലൗഡ് കിച്ചണിൽ കെട്ടിക്കിടക്കണ കുറച്ച് ബിരിയാണി ഉണ്ട്. അതാണ് നാട്ടുകാരെടുത്തുകൊണ്ട് പോകുന്നത്. അത് കഴിച്ച് ഒന്നില്ലെങ്കിൽ അത് ചീത്തയായി പോയിണ്ടാവും. അതിലും നല്ലതായിരിക്കും. നല്ല സാധനങ്ങൾ തിരഞ്ഞെന്ന് കഴിച്ചിട്ടാണ് ആൾക്കാർ. അപ്പോൾ ഇതില് ഉപയോഗിക്കുന്ന ചിക്കൻ ഒരാഴ്ചത്തോളം ചാവാൻ വേണ്ടി വെച്ച് ചില ചിക്കൻ ഒന്നും ചത്തട്ടുണ്ടാവില്ല, ഞങ്ങൾ തല്ലിക്കൊല്ലടെ. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് തല്ലിക്കൊല്ലുന്നില്ല, ചാവാൻ വേണ്ടി വെച്ചിട്ടാണ് നിങ്ങളത് ചെയ്യുന്നത്? ഞങ്ങൾ ചാവാൻ വേണ്ടി തല്ലിക്കൊന്നിട്ട് ചാവാത്ത കത്തിച്ചു നോക്കും. അങ്ങനെ അടുപ്പത്തിട്ട് കത്തിച്ചൊക്കെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അല്ല, അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണ്? ഒരു ചിക്കൻ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും? നിങ്ങൾക്ക് കാര്യം അറിയാമോ? ചിലപ്പോൾ ഈ കോഴിനെ കൊല്ലണ ആള് കാലത്ത് എഴുന്നേക്കൂല, അയാൾ ചത്തുപോകും. അയാൾ ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ അയാളെ കൊണ്ടുപോയി കുഴിച്ചിട്ട് രണ്ടാമത് അയാൾ ജനിച്ച് പിന്നെ അടുത്ത കോഴിക്കാരൻ വന്നാലാണ് പിന്നെ കോഴിനെ കൊല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന കോഴിയത് കാര്യം ആലോചിച്ച് നോക്കി. പെട്ടെന്നായിരിക്കും നമ്മൾ ഫ്രീസറിൽ എത്ര ആദ്യം 3-4 ദിവസം എത്തി ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ശരിക്കും അറിയാമോ? ശരിക്കും ഞങ്ങളുടെ ഇതല്ല, ശരിക്കും ഞങ്ങളുടെ ഹോട്ടലല്ല ശരിക്കും ഹോട്ടൽ. ശരിക്കും മൃണാൾ എന്ന് പറയുന്ന ഒരു ആൾക്കാർ, ഞങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അവരുണ്ടാക്കുന്ന ചായ, വെള്ളം, ഇതൊക്കെ എന്തോ. ചായയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നിങ്ങൾ ചായ പഞ്ചസാര ഇടാത്ത ചായ കുടിക്കണമെങ്കിൽ കൂടുതൽ പൈസ തരണമെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങൾ കഷ്ടപ്പെട്ട് കടയിൽ പോയി പഞ്ചസാര മേടിച്ച് ചായപ്പൊടിയൊക്കെ മേടിച്ച് സെപ്പറേറ്റ് കൊണ്ടുവന്ന് വെള്ളം തിളപ്പിച്ച് അതിൽ പഞ്ചസാര ഇട്ട് ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച് കൊണ്ടുവന്ന് ചായ ഞങ്ങൾക്ക് തരുമ്പോൾ അത് എളുപ്പമാണ്. അതിലേക്ക് ആ ചായയിൽ നിന്ന് പഞ്ചസാര എടുത്ത് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചായയിൽ നിന്ന് പഞ്ചസാര എടുത്ത് മാറ്റുവാണ്. നിങ്ങൾക്ക് തമാശ. നിങ്ങൾക്ക് പറയാമോ, ഞങ്ങളുടെ ഇപ്പോൾ ഒരു 5, 7, 8 ഹോട്ടലുകൾ പല സ്ഥലത്തായിട്ട് തുറക്കാൻ വേണ്ടി തറക്കല്ലിടാൻ പോവുകയാണ്. അതിനുവേണ്ടി സ്ഥലം മേടിക്കണം, തുടങ്ങണം. ഇതിനുള്ള ആലോചനയിലാണ്. അപ്പോഴാണ് ഞങ്ങളുടെ ബിസിനസ് എന്ന് വെച്ചാൽ ഇപ്പോഴുള്ളതല്ല. ഞങ്ങൾ 10-35 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് അവരെ കുറ്റം പറഞ്ഞ് അവരുടെ തെറി മേടിച്ച് പ്രാക്ക് മേടിച്ച് അവരെ നശിപ്പിച്ച് നാരായണക്കല്ല് പറപ്പിച്ച പാരമ്പര്യം എനിക്കുണ്ട്. അതൊന്നും നിങ്ങൾക്കുണ്ടോ? ഇല്ല. നിങ്ങൾ എൻ്റെ കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു നല്ല സദ്യ ചമ്മന്തി കൂട്ടി കഴിക്കാം. അപ്പം നമ്മൾ സദ്യയുടെ കേസ് പറഞ്ഞപ്പോഴാണ്. അപ്പം നമ്മൾ ചോറും മാത്രം മേടിക്കണം, അതിൻ്റെ ഒപ്പം കറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ തരണം, അല്ലെങ്കിൽ ഇന്ന കറിക്ക് ഇത്ര പൈസ തരണം. അത് ശരിയാണോ? അത് എൻ്റെ സുഹൃത്തെ, നിങ്ങൾക്കിപ്പോൾ സാമ്പാർ ഇഷ്ടമല്ല, നിങ്ങൾക്കിപ്പോൾ മീൻകറി ഇഷ്ടമല്ല, നിങ്ങൾക്കപ്പോൾ ചമ്മന്തി കൂട്ടി കഴിച്ചൂടെ? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പപ്പടം കൂട്ടി കഴിച്ചൂടെ? പപ്പടത്തിന് 250 രൂപയല്ലേ ഉള്ളൂ, ചോറിന് 10 രൂപയല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ കുഴപ്പം? അപ്പോൾ നമ്മൾ എല്ലാത്തിനും പൈസ തരണം. നിങ്ങൾക്ക് എല്ലാത്തിനും പൈസ തരണ്ട, മേടിക്കുന്ന സാധനങ്ങൾക്കും പൈസ തന്നാൽ മതി. മേടിക്കുന്നതിന് മാത്രം പൈസ തന്നാൽ നിങ്ങൾ ഹാപ്പി അല്ലേ? ഞങ്ങൾ ഹാപ്പിയാണ്. കസ്റ്റമേഴ്സ് ഒക്കെ വളരെ ഹാപ്പിയാണ്. ഞാൻ വിഷമിക്കുന്ന കാര്യം, നിങ്ങളിപ്പോൾ വന്നപ്പോൾ കാറ് എൻ്റെ കടയുടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ടാണ് വന്നേ. എടുത്ത് മാറ്റി. ഇത്രയും സാധാരണക്കാര ആൾക്കാർക്ക് വന്ന് കയറി സാധനങ്ങൾ മേടിക്കാനുള്ള സ്ഥലമാണ്. കാറുള്ള ആളുകളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാറ് വിൽക്കണം. കാരണം ഒരു പ്രാവശ്യം ഈ കടയിൽ കയറി കഴിഞ്ഞാൽ അവർ കാറ് വെക്കേണ്ടി വരും. പിന്നെ അവരെങ്ങനെ വരിക? അപ്പൊ കൂടുതൽ ബൈക്കുകാരായിരിക്കും. മറ്റുള്ള ബൈക്കിൽ വന്ന ആളുകൾക്ക് കാറ് കണ്ടു കഴിഞ്ഞാൽ താങ്കളുടെ ഹോട്ടലിൽ ഒരാൾ കാറ് കൊണ്ട് വന്നാൽ അയാളുടെ കാറ് വിറ്റ് ബൈക്കായിട്ട് വരണം. സാധാരണക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. എന്ത് സുഹൃത്തെ, നിങ്ങൾ ഇത്ര നാളായല്ലോ, എത്രയോ പേര് വരുന്നു. വലിയ ഈച്ചേനോടെ കണ്ട സാധാരണ ഈ കൊച്ചിയിലുള്ള ഈച്ചേനേക്കാൾ ഈ ഉള്ള ഈച്ച ഇവിടെ വെച്ച് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഈച്ചയാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ഈച്ചില്ല. ഇതൊന്നും ഈച്ചയൊന്നുമല്ല. ഇതൊക്കെ ആരൊക്കെ ഇവിടെ നിന്നൊക്കെ വന്ന ആൾക്കാർ നമ്മളോട് ശത്രുക്കൾ ഒന്നും ആർക്കൊന്നുമില്ല. എന്നാൽ പോലും അവർ കൊണ്ടുവരുന്ന ഈച്ചയാണത്. അല്ലാതെ വേറെ വിഷയം അല്ലേ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ കുറച്ച് ഇവിടെ ഹൈജീൻ്റെ ഒരു പ്രശ്നവുമില്ല. ആളുകൾ വെറുതെ പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ പറയുന്ന ഹോട്ടലിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ്, സാധാരണക്കാരുടെ ഫുഡ്, അത് നിങ്ങൾക്ക് കഴിക്കാം. സാധാരണക്കാർക്ക് ഏറ്റവും ചെലവ് ചുരുക്കത്തിൽ ഇവിടെ കഴിക്കാൻ പറ്റിയ സാധാരണക്കാരന് ഏറ്റവും അടിപൊളിയായിട്ട് വന്നു കഴിഞ്ഞാൽ ബാത്റൂമിൽ കയറി നിൽക്കാം. നല്ല ടൈൽസാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾ അതിനെ പറ്റി നോക്കൂ. അല്ലാതെ നിങ്ങൾ വന്നിട്ട് ഇവിടെ പൈസ വേണ്ട. കാരണം പക്ഷെ ഡോർ തുറക്കുന്നതിന് പൈസ വേണം. കാരണം അവിടെ ആളെ
നിർത്തിയിട്ടുണ്ട്, ഡോറിലാലും കയറുന്നുണ്ട് ഇറങ്ങുന്നുണ്ടോ നോക്കാൻ ഒരാളെ നിർത്തിയിട്ടുണ്ട്, അവിടെ ടൈൽസിന് കാശുണ്ട്. നിങ്ങളെല്ലാം മനസ്സിലാക്കാത്തത്, നിങ്ങളിവിടെ നല്ല കാര്യം. നല്ല ഒന്നാം തരം ബിരിയാണി 175 രൂപ കഴിച്ചിട്ട് പോവാം. നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കത് ഇപ്പോഴും അറിയാൻ പാടില്ല ഞാൻ ഇത്രയും നല്ല മനുഷ്യനാണെന്നുള്ള കാര്യം. ഞങ്ങളത് ഇപ്പൊ എനിക്കൊരു 5 പാർട്ട്ണർ ഉണ്ട്. ഞാൻ പാർട്ട്ണർ മാത്രമല്ല, എൻ്റെ കൂടെ വേറെ പാർട്ട്നേഴ്സ് ഉള്ളതിൽ അവരെന്നെ സ്ഥിരം വിളിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും അവർ സ്ഥിരം വിളിക്കാറില്ലായിരിക്കുമെന്ന്. അവർ സ്ഥിരം വിളിക്കുന്നുണ്ട് എന്നെ. അപ്പൊ താങ്കളെ കുറിച്ച് മനഃപൂർവ്വം അപവാദം പറഞ്ഞുണ്ടാക്കുകയാണ് ആളുകൾ. അപവാദമല്ല, അവർ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർക്ക് അതിന്റെ വിഷമം കാണിക്കുന്നത്. എൻ്റെ കടയിൽ ഒന്ന് ഭക്ഷണം കഴിച്ച വിടുമെന്ന് അത് പറയൂല, കാരണം അവർ ജീവിച്ചിരുന്നാലേ പറയുള്ളൂ. അപ്പോൾ മൃഗാള് പറയുന്നത് അങ്ങനെയാണ്, മനഃപൂർവ്വം ആളെ കരിവാരി തേക്കാനാണ്. അല്ല, കരിവാരി തേക്കുന്നല്ല, അവർ ഒന്ന് ഭക്ഷണം കഴിച്ച് അവരെ സ്വാദം കൊണ്ട് അവർ മതോന്മുക്തരായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാണ്ട് അവരെന്നെ കരിവാരി തേക്കുന്നു. അപ്പോൾ മൃഗാളിന് അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എൻ്റെ കടയിൽ വന്ന് ഭക്ഷണം കഴിക്കുക, ആസ്വദിക്കുക, ആവശ്യാനുസരണമുള്ള ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ സാധാരണക്കാർക്കുള്ള ഭക്ഷണവും അവിടെയുണ്ട്. നിങ്ങൾക്ക് ചമ്മന്തി വേണമെങ്കിൽ ചമ്മന്തി കൂട്ടുക, ചോറിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ചിക്കൻ കറി കൂട്ടുക, ചിക്കൻ കറി കൂട്ടുക. അതിൻ്റെ പൈസ മാത്രം 10,000 രൂപയ്ക്കുള്ളിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഒക്കെ അയക്കുന്നതായിരിക്കും.